മേടം, ചിങ്ങം, ധനു ഇതുകൾ കിഴക്കുദിക്കിലും, ഇടവം, കന്നി, മകരങ്ങൾ തെക്കുദിക്കിലും, മിഥുന, തുലാ, കുംഭങ്ങൾ പടിഞ്ഞാറും, കർക്കിടക, വൃശ്ചിക, മീനങ്ങൾ വടക്കും സ്ഥിതി ചെയ്യുന്നവയാണ്. കിഴക്ക് 3 ഭാഗമാക്കിയാൽ വടക്ക് ഭാഗത്ത് മേടവും നടുവിൽ ചിങ്ങവും തെക്ക് ഭാഗത്ത് ധനുവായി വിചാരിക്കണമെന്നും പക്ഷാന്തരം ഉണ്ട്. തെക്ക് മുതലായ ദിക്കുകൾക്കും പക്ഷാന്തരത്തെ ഇപ്രകാരം കണ്ടുകൊള്ളുക. രാശികളെ കൊണ്ട് മാത്രം ദിക്കുകളെ വിചാരിക്കുന്ന സന്ദർഭങ്ങളിലും ഇതുകൊണ്ടാണ് വേണ്ടത്. ഒരു രാശിയെ 2 ഭാഗമാക്കിയതിൽ ഒന്നിനെ, അതായത് 15 തീയതികളെ ആണ് ഹോര എന്ന് പറയുന്നത്. ഓജരാശികളിൽ ആദ്യത്തെ ഹോരയുടെ അധിപതി സൂര്യനും രണ്ടാം ഹോരയുടെ അധിപതി ചന്ദ്രനുമാകുന്നു. നേരെ മറിച്ച് യുഗ്മരാശികളിൽ ആദ്യത്തേതിൻ്റെ ആധിപത്യം ചന്ദ്രനും രണ്ടാമത്തേതിൻ്റെ ആധിപത്യം സൂര്യനുമാകുന്നു. സൂര്യഹോരകൾ ക്രൂര സ്വഭാവങ്ങളും ചന്ദ്രഹോരകൾ സൗമ്യ പ്രകൃതികളുമാണ്. പാപന്മാർ ഓജരാശിയിലെ സൂര്യഹോരയിൽ നിന്നാൽ അവർ അതിക്രൂരന്മാരും, ശുഭന്മാർ യുഗ്മരാശിയിൽ ചന്ദ്രഹോരയിൽ നിന്നാൽ അവർ അതിസൗമ്യന്മാരുമായിരിക്കും. ഈ ഗ്രന്ഥകാരൻ തന്നെ മുകളിൽ യേതേഷസ്വാൽ സ്വ സമഭേഷു എന്ന ശ്ലോകം കൊണ്ട് ഈ സംഗതിയെ വ്യക്തമാക്കുന്നതുമുണ്ട്. ഒരു രാശിയെ 3 ഭാഗമാക്കിയാൽ അതിന് ഒരംശത്തെ 30 തീയതികളെ ആണ് ദ്രേക്കാണം എന്ന് പറയുന്നത്. ഏതു രാശിയിലും ആദ്യത്തെ ദ്രേക്കാണാധിപൻ ആ രാശ്യാധിപനും രണ്ടാം ദ്രേക്കാണാധിപൻ അതിൻ്റെ 5ാം രാശ്യാധിപനും 3ാം ദ്രേക്കാണാധിപൻ അതിൻ്റെ 9ാം രാശ്യാധിപനുമാകുന്നു. ജാതകത്തിൽ അഷ്ടമ ദ്രേക്കാണാധിപനെ കൊണ്ട് മൃത്യുകാരണഭൂത രോഗാദികളെയും ചോരപ്രശ്നാദികളിൽ ലഗ്നത്തിലെ ദ്രേക്കാണം കൊണ്ട് കള്ളൻ്റെ ദേഹപ്രകൃതി മുതലായവകളെയും വിചാരിക്കാവുന്നതാണ്. ഓരോ ദ്രേക്കാണത്തിനും വേറെ വേറെ സ്വരൂപം പ്രകൃതഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുമുണ്ട്.